പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, RSSും BJPയും ഈ ഭാരതം ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കോട്ടമോ ഉണ്ടായിരുന്നു? സാധാരണക്കാരനായ ഈ നാട്ടിലെ ഏതു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് കോട്ടമോ ഉണ്ടായിരുന്നു? നരേന്ദ്രമോദി വന്നതിന് ശേഷം മുത്തലാഖ് നിർത്തലാക്കി, പൗരത്വ ബില്ല് നടപ്പിലാക്കി. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനായ ഏത് മുസ്ലിമിന് എന്ത് ദോഷം വന്നു? നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതികൾ രാഷ്ട്രീയ പ്രേരിതമായി ഒരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ടോ, ഒരു മുസ്ലിം ആയതുകൊണ്ടോ, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം കുടികിടക്കവകാശമായ അട്ടിപ്പാറായിട്ട് അവകാശപ്പെടുന്ന ഇവിടുത്തെ മുസ്ലിം ലീഗും ഇവിടുത്തെ കോൺഗ്രസുകാരനും ഇവിടുത്തെ CPMകാരനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന SDPI പോലുള്ള സംഘടനകൾ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നു? ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ നാട്ടിൽ ഞാൻ മുമ്പേ പ്രതിപാദിച്ച ഈ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനോ നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാക്കി തരുവാനോ സാധിച്ചിട്ടുണ്ടോ? BJP വർഗീയ പാർട്ടിയാണ്, RSS വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്ന ഈ നാട്ടിലെ ആളുകൾ, സാധാരണക്കാരനായ മുസ്ലിങ്ങൾ, 5 നേരം നിസ്കരിക്കുന്ന, മറ്റുള്ളവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, മറ്റുള്ളവനെ ഭക്ഷണം പഠിക്കാൻ പഠിപ്പിക്കുന്ന, ആ നബിയുടെ തിരുവചനങ്ങളിൽ വിശ്വസിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന ഈ പെനങ്ങോടങ്ങാടിയിലെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, BJP വന്നതുകൊണ്ട് ഈ പെനങ്ങോടങ്ങാടിയിലെ സാധാരണക്കാരനായ മുസ്ലിമിന് എന്ത് ദോഷമാണ് ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഇന്ന് വരെ വോട്ട് ചെയ്യാത്ത, മരണത്തിന്റെ വ്യാപാരി എന്ന് നിങ്ങൾ കളിയാക്കിയ, വർഗീയ വിഷം ചീന്തുന്ന പാർട്ടി എന്ന് പറഞ്ഞ, സവർണന്റെ പാർട്ടി എന്ന് പറഞ്ഞ ഈ BJP കഴിഞ്ഞ 11 വർഷം ഭരിച്ചിട്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ എന്തു ദോഷമാണ് ഉണ്ടായത്? നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു തന്നു? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡിസ്ട്രിക്ട് ആസ്പിറേഷൻ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ വയനാട്ടിൽ. പ്രധാനമന്ത്രി 200 ജില്ലകളെ, പിന്നോക്കം നിൽക്കുന്ന 200 ജില്ലകളെ തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുക്കുവാൻ ഈ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ പിണറായി വിജയന്റെയോ യാതൊരു തിട്ടൂരവുമില്ലാതെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കെടുപ്പ് അനുസരിച്ചിട്ടാണ് വയനാട് ജില്ലയിൽ ഡിസ്ട്രിക്ട് ആസ്പിറേഷൻ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പദ്ധതിയിൽ കളക്ടറാണ് നോഡൽ ഓഫീസർ. കളക്ടറുടെ അധ്യക്ഷതയിലാണ് ഈ വയനാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാമീണ മേഖല, വിദ്യാഭ്യാസ മേഖല, നഗരവികസനം, ഗ്രാമവികസനം, സാമൂഹ്യക്ഷേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 6 ഘട്ടങ്ങളായി ഇതിനെ തിരിച്ചിട്ടുണ്ട്. കളക്ടർ ഉദ്യോഗസ്ഥനെ വെച്ച് പഠിക്കുകയാണ് ഓരോ പഞ്ചായത്തിലേക്കും ഏതൊക്കെ മേഖലയിൽ എവിടേക്കൊക്കെയാണ് ഫണ്ടുകൾ വരേണ്ടതെന്ന്. 3 മാസത്തിലൊരിക്കൽ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം കൂടുമ്പോൾ നിങ്ങളുടെ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റും പഞ്ചായത്തിലെ സെക്രട്ടറിയും MLAയും MP ഒക്കെ കളക്ടർ ക്ഷണിക്കും. ആ ക്ഷണിച്ചതിന്റെ ഭാഗമായി ഈ താഴെത്തട്ടിലേക്ക് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഫണ്ട് വേണ്ടതെന്ന്. ആ ഇന്നുന്ന മേഖലയ്ക്ക് ഇന്നുന്ന ഫണ്ടുകൾ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിന്റെ 50%, 60% കൊടുക്കുമ്പോൾ ബാക്കി സംസ്ഥാന വിഹിതമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ കൊടുക്കണം. ആ കൊടുക്കാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ നാട്ടിലേക്ക് വികസനം വരുന്നില്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾ നോക്കൂ, അംഗൻവാടികളിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് ഒരു അംഗൻവാടി. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തന്റെ അമ്മയെയും അച്ഛനെയും ഏട്ടനും ഏർത്തിയെയും ആ കുടുംബത്തിനെ മാത്രം കണ്ടുവളർന്ന ഒരു കുഞ്ഞിനെ ആദ്യമായി കൊണ്ടാക്കുന്ന, പുറത്തു സ്ഥലത്ത് കൊണ്ടാക്കുന്നത് ഒരു അംഗൻവാടിയിലാണ്. ആ അംഗൻവാടിയിൽ നിന്നുകൊണ്ടാണ് ആ കുട്ടി തന്റെ പുതിയ കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും അവരുടെ ചേട്ടനെയും ചേച്ചിയെയും കണ്ടുപിടിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ആ കുഞ്ഞ് ആ പ്രദേശത്തിന്റെ, ആ ഗ്രാമത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, അവിടുത്തെ ഉത്സവങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഈ രാജ്യത്തെ കുറിച്ച്, ഇവിടുത്തെ ഭരണത്തെ കുറിച്ച്, ഇവിടുത്തെ പ്രധാനമന്ത്രിമാരെ കുറിച്ച്, ഇവിടുത്തെ സംസ്ഥാന മന്ത്രിമാരെ കുറിച്ച് എല്ലാം അറിയപ്പെടുന്നത് അവിടെ നിന്നാണ്. ഒരു കുട്ടിയുടെ വ്യക്തിവികാസം വളർത്തിയെടുക്കുന്ന ആ സാംസ്കാരിക കേന്ദ്രമായ അംഗൻവാടികളെ ഉയർച്ചയുടെ വെല്ലുകെട്ടിലേക്ക് 19 അംഗൻവാടികൾ ഹൈടെക് ആക്കി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാ. ആ അംഗൻവാടിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവരാണ്. ഇവിടുത്തെ വായനശാലകൾ, ഇവിടുത്തെ ഗ്രന്ഥശാലകൾ, ഇവിടുത്തെ ക്ലബ്ബുകൾ, ഇതെല്ലാം സാംസ്കാരികമായി നമ്മളെ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾക്ക് CPMകാരനും കോൺഗ്രസുകാരനും രാവിലെ ബാഗും വെച്ച് നടന്ന് ഞങ്ങൾ ബുദ്ധിജീവികളാണ്, ഞങ്ങൾ വിദ്യാസമ്പന്നരാണ്, BJPക്കാരെല്ലാം ആദിവാസികളാണ്, അവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ, കമ്മ്യൂണിസ്റ്റുകാരാ,
നീ വായിച്ച ബുക്കുകൾ വായിക്കാൻ ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടേ? പുതിയ ബുക്കുകൾ വായിക്കണ്ടേ? ഈ രാജ്യത്തെ കുറിച്ച് അറിയണ്ടേ? ടിപ്പുവിനെ കുറിച്ചും ഔറംഗസീബിനെ കുറിച്ചും ബ്രിട്ടീഷുകാരെ കുറിച്ചും മുഗളന്മാരെ കുറിച്ചും അല്ലെങ്കിൽ ദ്രാവിഡരെ കുറിച്ചും മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ ഭാരതത്തെ കുറിച്ച് പഠിക്കണ്ടേ? ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളെ കുറിച്ച് പഠിക്കണ്ടേ? അവരെ കുറിച്ചെല്ലാം പഠിക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് വിദ്യാസമ്പന്നമായി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഇവിടെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സ്ഥിതി എന്താ? ഈ സ്കൂളുകളിലേക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് എന്തു സാധിച്ചു? ഈ നാട്ടിലെ റോഡുകൾ, പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഈ നാടിൽ റോഡുകൾ ഉണ്ടാക്കാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? തൊഴിലുറപ്പ് പദ്ധതി 80% കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി. ഒരു വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു സാമ്പത്തിക വർഷം എത്ര രൂപയുടെ പണിയെടുക്കുന്നു അതിന്റെ 40% മെറ്റീരിയൽ കോസ്റ്റായി ആ നാട്ടിലെ ഗ്രാമീണ റോഡുകൾക്ക്, അവിടുത്തെ കനാലുകൾക്ക്, അവിടുത്തെ പാലങ്ങൾക്ക് ചെലവഴിക്കണം. അവിടെ ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവന് കിണർ കുഴിക്കാൻ പൈസ കൊടുക്കണം, ആട്ടുംകൂടുണ്ടാക്കാൻ, തൊഴുത്തുണ്ടാക്കാൻ, കിണർ റീചാർജിങ് നടത്താൻ. അന്വേഷിക്കണം മുസ്ലിം ലീഗുകാരാ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാ CPM-കാരാ? നേതാക്കന്മാർ പറയുന്നത് കേട്ട് ചാടിത്തുള്ളരുത്. ഇതിനു വേണ്ടി എന്തുകൊണ്ട് വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഇങ്ങനെയുള്ള സാമ്പത്തികമായ പാവപ്പെട്ടവന് മുന്നോട്ട് പോകാനുള്ള അവന്റെ ജീവിത ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സംഗതികൾ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നില്ല? നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളെ നേതാക്കന്മാരോട് ചോദിക്കണ്ടേ? നിങ്ങൾ ഇന്ന് വരെ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയപരമായ നുണയാണെങ്കിൽ നിങ്ങൾ പോവുക, കലക്ടർ ഓഫീസിൽ പോയി ചോദിക്കുക, അല്ലെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ചോദിക്കുക. ഇവിടെയും ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസുകാരന്റെയും മാർക്സിസ്റ്റുകാരന്റെയും ഒത്താശ പാടി നടക്കുന്ന മുസ്ലിം ലീഗുകാരന്റെ താളത്തിന് തുള്ളുന്ന അവരുടെ കൂടെ നടക്കുന്ന അവരുടെ പിടിയാളുകൾക്കല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരൻ എന്താ കിട്ടിയത്? ഈ കഴിഞ്ഞ 11 വർഷം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൂലി കിട്ടാതെ ഈ നാട്ടിലെ ഏതെങ്കിലും തൊഴിലാളി പഞ്ചായത്തിലേക്ക് സമരത്തിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? BJP അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് നിർത്തിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് എത്ര പാവം തൊഴിലാളികളുണ്ട് നമ്മുടെ നാട്ടിൽ? നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ വെറും 167 രൂപയുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് 336 രൂപയിലേക്കാക്കി. അത് ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? കൊറോണ കാലത്ത് തൊഴിലുറപ്പ് പണിയെടുക്കുന്ന അമ്മമാർക്ക് 500 രൂപ തൊഴിൽ 2000 രൂപ കൊടുത്തത് ഈ നരേന്ദ്രമോദിയല്ലേ? ഈ നാട്ടിലെ അടിസ്ഥാന വികസനങ്ങൾ നടത്തുവാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതികൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടാതിരുന്നിട്ടുണ്ടോ? ലീഗുകാരന് കിട്ടാതിരുന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. BJPയെ നിങ്ങളെല്ലാം വർഗീയ പാർട്ടിയായി, ചരട് കെട്ടിയവന്റെ പാർട്ടിയായി, കാവി മുണ്ടുടുത്തവന്റെ പാർട്ടിയായി, കാഫ്രികളായി കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിൽ പഴയ കാലങ്ങളിൽ മാറി വിദ്യാസമ്പന്നരായ പുതിയ തലമുറയുണ്ട്. നിങ്ങൾ വായിച്ചു പഠിക്കണം, എഴുതി പഠിക്കണം. ഹൈടെക് ടെക്നോളജികൾ ഇന്ന് മൊബൈലിലെ വിരൽത്തുമ്പുകൾ വരുമ്പോൾ നിങ്ങൾ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡ് വന്നാൽ ആ റോഡിന്റെ ഫണ്ട് ഏതാണ്? ആ ഫണ്ടിന് എത്ര ശതമാനം കേന്ദ്രം വിനിയോഗിക്കുന്നുണ്ട്? പഠിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഉന്നതികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഓരോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ വോട്ട് ബാങ്കാക്കി ആ വാർഡുകളിൽ നിന്ന് ജയിച്ചു കയറുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാമ്പത്തിക വർഷം കിട്ടുന്ന ഫണ്ടിന്റെ 50% നിങ്ങൾ വിനിയോഗിക്കുന്ന ഈ ആദിവാസികൾക്ക് വേണ്ടിയാ. എന്നിട്ട് ആ ആദിവാസികളെ അടിസ്ഥാന വികസനങ്ങൾക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചുമോ? ഈ BJPയെ നാഴിക്ക് 40 വട്ടം ചീത്ത പറയുന്ന, തെറി പറയുന്ന ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനോടും SDP-കാരനോടും ഞങ്ങൾ ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉപ്പമാർ ആരെങ്കിലും BPL കുടുംബത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ BPL കുടുംബത്തിൽപ്പെട്ട സകല ആളുകൾക്കും 35 കിലോ അരി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം ഈ റേഷൻ കടയിലേക്ക് തന്നുവിട്ടത് നരേന്ദ്രമോദി സർക്കാരല്ലേ? നിങ്ങൾക്കൊന്നും ഒരു കുടിവെള്ളമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ജലജീവൻ മിഷന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്കെല്ലാം കുടിവെള്ള പൈപ്പ് ഇട്ടുകൊണ്ട് തന്ന നരേന്ദ്രമോദി സർക്കാരല്ലേ? പാവപ്പെട്ട ആദിവാസി സ്ത്രീകൾ ചേകരിയും ചിരട്ടിയും പുകച്ചുകൊണ്ട് തീനാളങ്ങൾ ഉണ്ടാക്കി വീടുകൾ കഞ്ഞിയും കറിയും വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രധാനമന്ത്രി ഉജ്ജ്വല ഗ്യാസ് യോജന പദ്ധതി പ്രകാരം നിങ്ങളുടെ വീടുകളിലേക്ക് ഗ്യാസ് തന്നത് ഈ നരേന്ദ്രമോദിയല്ലേ? 10 സെന്റിന്റെ മേലെയുള്ള എല്ലാ ഭൂ ഉടമകൾക്കും പ്രതിവർഷം 6000 രൂപ വെച്ച് കിസാൻ സമ്മാൻ നിധി വീതം 40,000 രൂപ നിങ്ങളുടെ കീശയിലേക്ക് ഇട്ടു തന്നത് ഈ നരേന്ദ്രമോദിയല്ലേ?
സുകന്യ സമൃദ്ധി യോജന പദ്ധതി പ്രകാരം നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹം കഴിപ്പിക്കാനും വേണ്ടി പോസ്റ്റ് ഓഫീസിലൂടെ ഒരു പദ്ധതി തുടങ്ങി. അതിലൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ നരേന്ദ്രമോദി സർക്കാരല്ലേ? CSR ഫണ്ട് കൊണ്ട് ഈ നാട്ടിലെ അടിസ്ഥാന വികസനങ്ങൾ ഉയർത്താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളല്ലേ? അംഗൻവാടിയിൽ നമ്മുടെ ചെറിയ കുട്ടികൾ, കൗമാരപ്രായക്കാരായ സഹോദരിമാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കെല്ലാവർക്കും പോഷകാഹാര കിറ്റുകൾ നൽകുന്ന പോഷകാഹാര അഭിയാൻ ഈ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതല്ലേ? ഈ 11 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഇങ്ങനത്തെ 1000 പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ഒരു മുട്ടായി വാങ്ങിക്കൊടുത്ത കഥ നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടോ? നിങ്ങളുടെ പച്ചക്കൊടി തലയിൽ കെട്ടി കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് കോൺഗ്രസിന്റെ ആജ്ഞാപനം വന്നപ്പോൾ ആ പച്ചക്കൊടി അരകിൽ താത്തി തിരിച്ചു വന്ന ലീഗുകാരാ, നിന്നോട് ഞങ്ങൾ ചോദിക്കട്ടെ, ആ ലീഗുകാരനെ പച്ചക്കൊടിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കോൺഗ്രസുകാരൻ നിങ്ങൾക്ക് എന്തു പദ്ധതിയാണ് ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട് കൊണ്ടുതന്നത്? ഈ പിണറായി വിജയൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് പെൻഷൻ അല്ലാതെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞുകൊണ്ടാ. 100 കണക്കിന് പദ്ധതികളാണ് ഞങ്ങൾ പറയുന്നത്. ഈ നാട്ടിലേക്ക് സാധാരണക്കാരന് കിട്ടിയ പൈസയുടെ കണക്കുകളാണ് ഞങ്ങൾ പറയുന്നത്. അടിസ്ഥാന വികസനങ്ങളുടെ കഥകളാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കൃഷി ഓഫീസിലേക്ക് നിങ്ങൾ പോകൂ. ഒരു കൃഷി ഓഫീസിൽ ഇപ്പോൾ എന്തൊക്കെ പദ്ധതികളുണ്ട്? കോഫി ബോർഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളുണ്ട്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നെല്ലിന് 4 പ്രാവശ്യം സബ്സിഡി കൂട്ടിയത് ഈ നരേന്ദ്രമോദിയാ. ആ നെല്ലിന്റെ സബ്സിഡിയെ താഴ്ന്ന വില കൂട്ടിയപ്പോൾ 4 പ്രാവശ്യവും അത് കുറച്ചത് ഈ പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ഭരണം വന്നതിന് ശേഷം ബസ് ചാർജ് വർദ്ധിച്ചു, കറണ്ട് ചാർജ് വർദ്ധിച്ചു, ഭൂനികുതി വർദ്ധിച്ചു, രജിസ്ട്രേഷൻ നടപടികൾ വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിക്കാത്ത എന്തുണ്ട് ഈ നാട്ടിൽ? എന്നിട്ടും പിണറായിക്ക് വേണ്ടി പേക്കൊത്തുകൾ പാടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വെറും കമ്മിയായി മാറുമ്പോൾ, ഇവിടുത്തെ ലീഗുകാരൻ വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ട് ഈ BJPയെ എതിർക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ നോക്കി ഞങ്ങൾക്ക് പാവമാണ് തോന്നുന്നത്, പരമപുച്ഛമാണ് തോന്നുന്നത്. ഇനിയും ലോകം വെളുക്കാത്ത ആളുകൾ, ഈ നാട്ടിൽ ലോകം വെളുക്കാത്ത ആളുകളോ? പ്രിയപ്പെട്ട SDPIക്കാരൻ BJP ഒലത്തിക്കളിയും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ BJP നാട്ടിലെ വർഗീയ പാർട്ടിയാണെന്ന് പറയുന്ന ഈ നാട്ടിലെ SDPIക്കാരനോട് ഞങ്ങൾ ചോദിക്കട്ടെ, SDPIക്കാരാ, ഈ നാട്ടിൽ BJP കൊണ്ടുവന്ന ഈ നടപടികൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു പദ്ധതി നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ CPM ഒരു പദ്ധതി കൊടുക്കുകയാണെങ്കിൽ, കോൺഗ്രസ്സുകാരൻ ഒരു പദ്ധതി കൊടുക്കുകയാണെങ്കിൽ അവന്റെ പാർട്ടിയിൽ കൊടി പിടിച്ചു പോകണം, അവൻ പറയുന്നിടത്തേക്ക് ചെല്ലണം, അവന് പിരിവ് കൊടുക്കണം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു BJPക്കാരൻ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി പ്രകാരം 40,000 രൂപ കിട്ടിയില്ലേ, ഒരു 500 രൂപ BJPക്ക് പിരിവ് കൊണ്ടാണ് ഏതെങ്കിലും വീട്ടിൽ വന്ന് ഏതെങ്കിലും BJPക്കാരൻ ചോദിച്ചിട്ടുണ്ടോ? എവിടേക്കാ ഈ നാട് പോകുന്നത്? നമ്മളൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. BJP ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ ഭാരതം ഒരു ആർഷഭാരത സങ്കല്പമാ. ഇവിടെ ജനിച്ചു വളർന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഞങ്ങൾ ഒരു ഭാരത മാതാവിന്റെ മക്കളായി ഞങ്ങൾ കാണുന്നു. ഭാരത മാതാവിനെ അമ്മയായി ഞങ്ങൾ കാണുന്നു. എന്താ അമ്മയായി കാണുന്നതിൽ തെറ്റുണ്ടോ മുസ്ലിം ലീഗുകാരാ? നിങ്ങളുടെ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നബിയോട് ചോദിക്കുകയാണ്, നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? അത് നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിക്കുന്നു, നീ ആരോടാണ്? അത് നിന്റെ ഉമ്മയോട്. 3 വട്ടം ചോദിക്കുമ്പോഴും നീ നിന്റെ ഉമ്മയോട് എന്ന് പറയുമ്പോൾ ആ ഉമ്മയെ മനസ്സിൽ ധ്യാനിക്കുന്ന, ആ ഉമ്മയെ ചേർത്ത് പിടിക്കുന്ന മുസ്ലിം ലീഗുകാരാ. മറ്റുള്ള മതത്തിലും ഉമ്മമാരില്ലേ? BJPക്കാരൻ അമ്മയും പെങ്ങളുമില്ലേ? BJPക്കാരനെ അടിക്കും, ഇടിക്കും, കൊല്ലും, അവരെ തീർക്കും, സംഘികളെ എന്ന് പറഞ്ഞ് മുദ്രാകം വിളിക്കുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നു, RSS എന്നൊരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കുന്നതെന്ന് അറിയാം. പ്രിയപ്പെട്ടവരെ, RSS എന്ന സംഘടന ഈ നാട്ടിൽ എവിടെയാ നിങ്ങളൊരു കലാപത്തിന് ആഹ്വാനം ചെയ്തത്? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. വെറുതെ നോക്കിയിരിക്കുവാൻ പറ്റുന്ന പാർട്ടിയല്ല RSSഉം BJPയും. 1921കളിൽ ഈ നാട്ടിൽ നടത്തിയ മലബാർ കലാപകാലങ്ങളിൽ അടിച്ചു തമർത്തപ്പെട്ട ഹിന്ദു സമൂഹത്തിന്റെ വേദന ഞങ്ങൾക്കറിയാം. ആ 21 ഈ 2025 നായര് പണിയരെ കുറിച്ചൊരു ചെറുമറി പാലനും പുലയനും പുല്ലോനും എല്ലാവരും ഇന്ന് ഒറ്റക്കെട്ട. ആ ഒറ്റക്കെട്ടായി അവരെ കൊണ്ടുവരാൻ RSS എന്ന് പറയുന്ന ഒരു സംഘടന ചരട് വലിച്ചു
സമ്മതിച്ചിട്ടുണ്ട്. ഈ ഭാരതം ഇതേപോലെ നിൽക്കാൻ, ഇനി ഈ ഭാരതം പാകിസ്ഥാനായി വെട്ടിമുറിക്കാതിരിക്കാൻ, ഇനി ഈ ഭാരതത്തിന്റെ ഒരു ഭാഗം അഫ്ഗാനിസ്ഥാന് വിട്ടുകൊടുക്കാതിരിക്കാൻ, ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ഒന്നിച്ചു കഴിയാൻ, അവിടെ വിഘടനവാദം പറഞ്ഞുകൊണ്ട് ജിഹാദി പ്രവർത്തനങ്ങളുമായി തമ്മിൽ തല്ലാൻ വരുന്ന SDP-കാരനാണെങ്കിലും മുസ്ലിം ലീഗുകാരനാണെങ്കിലും അവനെ എല്ലാവരെയുമില്ല, ആ ചിന്ത കൊണ്ട് നടക്കുന്നവനെ വർഗീയവാദിയായി കാണാൻ BJP തയ്യാറാവും. അത് തലപോയാലും. അത് തുറന്നു പറയുന്നതുകൊണ്ട് ഞങ്ങളൊരു വർഗീയവാദികളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷേ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു ആപദ്ഭാഗ്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് സുഖം വരണമേ, ഞങ്ങൾക്ക് നല്ലത് വരണമേ, അല്ലെങ്കിൽ കൃഷ്ണനെ വിശ്വസിക്കുന്ന രാമനെ വിശ്വസിക്കുന്നവർക്ക് മാത്രം നല്ലത് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാവർക്കും, പ്രകൃതിക്കും, ഇവിടുത്തെ പക്ഷിമൃഗാദികൾക്കും എല്ലാവർക്കും ഹിന്ദു അനുശാസ്ത്ര പ്രകാരം ഒരു മരം മുറിക്കുമ്പോൾ വരെ മരത്തിനോട് സമ്മതം വാങ്ങി മുറിക്കുന്ന പ്രകൃതക്കാര ആ മതവിശ്വാസികളാണ് ഞങ്ങൾ. ആ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളെ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾ ആട്ടിത്തെളിക്കുമ്പോൾ ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, പാവപ്പെട്ടവൻ, മുസ്ലിം ലീഗിന്റെയും SDP-കാരന്റെയും കാൽക്കൽ അടിമകളായി കഴിയുന്ന പാവപ്പെട്ട ജനത ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് വരെ BJP-ക്ക് വോട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇന്ന് വരെ BJP-യോട് അടുത്തിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളെ, പാവപ്പെട്ട ആ കർഷക തൊഴിലാളികൾ, കൂലിപ്പണിയെടുക്കുന്ന അമ്മമാർ, ഉപ്പമാർ, ഉമ്മമാർ, അവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ BJP ഗവൺമെന്റ് ചെയ്തു തരുന്നുണ്ട്. അതെ, ഈ നാട്ടിൽ ഒരാളെയും ജാതി നോക്കി മാറ്റി നിർത്തൂല. നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടോ എന്ന് നോക്കൂല. ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും സമന്മാരാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ വാവരെ തൊഴാതെ ഞങ്ങൾ ആരും ഇന്നേ വരെ ശബരിമല കയറിയിട്ടില്ല. പക്ഷെ വാവര നരളിയിലിരിക്കുന്ന മൊയ്ലിയാർക്ക് ഇന്ന് വരെ അയ്യപ്പനെ കാണണമെന്ന് തോന്നിയിട്ടുമില്ല. അവിടെയാ പ്രശ്നം. പോകുന്ന ഞങ്ങൾ എല്ലാവരും വാവരെ തൊഴുതിട്ടേ പോകാറുള്ളൂ. പക്ഷെ പഠിക്കലിരിക്കുന്ന വാവർക്ക് ഒന്ന് ശബരിമല കാണണമെന്ന് തോന്നിയിട്ടില്ല. അവിടെയാ തെറ്റ്. നിങ്ങളാ മങ്ങിയ കാഴ്ചകളുള്ള പിണറായി വിജയന്റെയും മുസ്ലിം ലീഗിന്റെയും കണ്ണടയൊന്ന് മാറ്റിവെക്കുക, നല്ല വെളിച്ചത്തിലേക്ക് നോക്കുക. ഭാരതത്തിൽ ഇന്ന് അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ഗൾഫിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട എന്നെ ഈ നാട്ടിലെ പാവം പിടിച്ച ഈ നാട്ടിലെ നാട്ടുകാരോട് ചോദിക്കട്ടെ, ആ പ്രവാസികളോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രവാസ ലോകത്ത് കഴിഞ്ഞ 11 വർഷം കിട്ടിയിരുന്ന ഒരു പ്രതീതിയാണോ ഇന്ന് ഭാരതത്തിൽ നിന്ന് കിട്ടുന്നത്? ഒരു ഭാരതീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന വികസനങ്ങൾ, ഇതൊന്നും തിരിഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കി ചവിട്ടരുത്. അകത്തേക്ക് വരുന്ന സ്ത്രീയെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്ന ആ രീതി നമ്മൾ കാണരുത്. ഒരു നാടിനനുസരിച്ച് നമ്മളും വളരണം. നമുക്കും ഈ നാട്ടിലേക്ക് വികസനം കൊണ്ടുവരണം. കല്ല്, വെങ്കായം, തൈര് എന്ന് പറഞ്ഞ് കടലിൽ ചാടുന്ന പപ്പുവിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഇനി 100 ജന്മം ജീവിച്ചാലും നരേന്ദ്രമോദി ആവാൻ സാധിക്കില്ല. ഈ BJP ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാകില്ല. അതുകൊണ്ട് ആ സ്വപ്നം കാണുന്ന ഈ നാട്ടിൽ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ അടുത്ത ടേമെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളാരും കപട മതേതരവാദികളായ വീഴ്ചയിൽ വീടരുത്. ഒന്നിച്ച് ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യണം. പക്ഷേ അത് ഫേസ്ബുക്കിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുന്ന ലീഗിന്റെയും SDP-കാരനെയും വാക്കുകൾ കേട്ട്, മുസ്ലിം ലീഗുകാരന്റെ വാക്ക് കേട്ട് ഇവിടുത്തെ CPM-കാരന്റെയും കോൺഗ്രസിന്റെയും അധികാര കുതികിൽ ഇനിയും ഈ പാവം പിടിച്ച ജനത വീണുപോകരുത്. മനസ്സ് തുറന്ന് ചിന്തിക്കുക, വായിക്കുക. പുറം ലോകത്തെ അറിയുവാൻ ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാസമ്പന്നരായ വിവേകമുള്ള ഒരു പുതിയ തലമുറ എല്ലാ വീട്ടിലും വളർന്നു വരുന്നുണ്ട്. കള്ളിനും മദ്യത്തിനും